വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി പണിയെല്ലാം തീർത്ത് മോനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. അങ്ങനെ മോനെ എണീപ്പിച്ച് അപ്പോൾ ഇവൻ ഫോണ് കണ്ടപ്പോൾ എന്നെ നേരെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവന് നാണം വന്നു. അങ്ങനെ ഇന്നലെ ഉത്സവത്തിന് പോയപ്പോൾ ഏട്ടൻ ബലൂണ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇവൻ നല്ല ഉറക്കാം. അപ്പോൾ ഉറങ്ങി എണീച്ച് കൊടുക്കാമെന്ന് ചോദിച്ച് രാവിലെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മ ഇതെങ്ങനെ ഇത്ര വലിയ ബലൂണെന്ന്. ഞാൻ പറഞ്ഞു, അത് അച്ഛൻ വലിയ ബലൂണ് വാങ്ങിയതാ മോനേന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കുളിപ്പിക്കുന്നതും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഡ്യൂട്ടിയിൽ ഏട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താഴെ വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അതിനാണ് ഈ കരയുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് മോനെ അംഗൻവാടിയിലേക്ക് കൂട്ടാൻ പോയി. ആ സമയത്ത് ബാക്കിയെല്ലാ മക്കളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൻ അകത്തുനിന്ന് കളിക്കുന്ന. ഞാൻ എന്നിട്ട് ടീച്ചറോട് ഇവൻ എന്തെങ്കിലും കഴിച്ചിണോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചറോട് ഞാൻ അത്യാവശ്യം കഴിച്ചിന്, ലേശേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കണ്ട സന്തോഷത്തിൽ ബാഗെല്ലാം എടുത്ത് പുറത്തേക്ക് വന്ന് അങ്ങനെ കാറ് കയറിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നബാട്ടി വേണമെന്ന്. എന്നിട്ട് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നബാട്ടിയെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അമ്മേൻ്റെ കണ്ണ് ചെക്കപ്പ് ചെയ്യേണ്ട ഡേറ്റ് ഇന്നായതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തുക്കുമ്പോൾ അമ്മ ആരോടെന്തോ ചോദിക്കുന്നുണ്ടേനു. അപ്പോൾ അമ്മേൻ്റെ ടെസ്റ്റെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം മോൻ നല്ല ഉറക്കാം. എന്നിട്ട് അമ്മേനെ ഡോക്ടർ കാണിച്ച് അപ്പോൾ അമ്മക്ക് ഡോക്ടർ കണ്ണടക്ക് എഴുതി തന്നിന്. അങ്ങനെ കണ്ണടക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛനും മോനും കൂടിയിട്ട് എന്തോ കളിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ ടീച്ചർ മോനോട് പാട്ട് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ പാട്ടെല്ലാം പഠിപ്പിച്ച് അപ്പോൾ അവൻ പറഞ്ഞു സ്പൈഡർമാൻ ആണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.